ഈ ഒരു അദൃശ്യമായിട്ടുള്ള കാരണം കൊണ്ടാണ് 25% പുരുഷന്മാർക്കെങ്കിലും വന്ധ്യത ഉണ്ടാവുന്നതെന്നാണ് ആഗോളതലത്തിൽ കണ്ടുവരുന്ന കണക്ക്. സെമൻ അനാലിസിസിൽ മിക്ക ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ നോട്ടീസ് ചെയ്യാതെ അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ 4-ൽ ഒരാൾക്കെങ്കിലും വന്ധ്യത ഉണ്ടാവുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മറ്റൊന്നുമല്ല പറഞ്ഞു വരുന്നത്, ശുക്ലദ്രവത്തിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സെമൈനൽ ഫ്ലൂയിഡിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഈ സെമൈനൽ ഫ്ലൂയിഡിൽ അടങ്ങിയിരിക്കുന്ന ചില കണ്ടന്റുകൾ, അതുപോലെ ഈ സെമൈനൽ ഫ്ലൂയിഡിന്റെ ചില പ്രോപ്പർട്ടികൾ കൊണ്ട് ബീജത്തിന്റെ മോട്ടിലിറ്റിയും അതുപോലെ ബീജത്തിന്റെ എണ്ണവും ഒക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. സെമൈനൽ ഫ്ലൂയിഡിന്റെ ഈ പ്രോപ്പർട്ടീസ് നശിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ റിക്കറന്റ് ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻസ് കൊണ്ട് വരാം, അതുപോലെ സ്മോക്കിംഗ്, ആൽക്കഹോളിസം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് വരാം, വെരിക്കോസിൽ ഉള്ളവർക്ക് വരാം. ഈ സെമൈനൽ ഫ്ലൂയിഡിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് പുരുഷന്മാരിലെ ബീജങ്ങൾക്ക് കൃത്യമായിട്ട് മുന്നോട്ട് ചലിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ഈ സെമൈനൽ ഫ്ലൂയിഡിന്റെ കട്ടി കൂടുക, വിസ്കോസിറ്റി കൂടുന്ന സമയത്ത് ബീജങ്ങളുടെ മോട്ടിലിറ്റി വളരെയധികം തടസ്സപ്പെടുകയും ഇത് ഗർഭധാരണത്തിനെ തടയുകയും ചെയ്യാം. സാധാരണയായിട്ട് പുരുഷ ശുക്ലത്തിന് ഒരു ആൽക്കലി സ്വഭാവമാണുള്ളത്. ഈ ആൽക്കലി സ്വഭാവം കൃത്യമായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് pH 8-നും 7-നും ഇടയിൽ നിലനിർത്തേണ്ടത് ശുക്ലത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്ത്രീകളുടെ യോനി ഭാഗത്ത് ഒരു അമ്ല സ്വഭാവം അല്ലെങ്കിൽ ഒരു അസിഡിക് നേച്ചർ ആണുള്ളത്. ഈ അസിഡിക് നേച്ചറിനെ ന്യൂട്രലൈസ് ചെയ്തിട്ട് ബീജങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ സെമൈനൽ ഫ്ലൂയിഡിന്റെ pH വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഈ സെമൈനൽ ഫ്ലൂയിഡിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസും ഫ്രക്ടോസ്, സിങ്ക്, സെലിനിയം പോലെയുള്ള എലമെന്റ്സിന്റെ കുറവുകളും ബീജങ്ങളുടെ മോട്ടിലിറ്റിയെ സാരമായിട്ട് ബാധിക്കും, ബീജങ്ങളുടെ ഹെൽത്തിനെ സാരമായിട്ട് ബാധിക്കും.